പന്തളം. അപ്പൊ നമ്മൾ ഇന്ന് സ്ഥലം വരെ പോവാണ്. ഏതായിരുന്നു സ്ഥലം? അമ്പലല്ലേ? ഒരു സ്ഥലത്തിലെ ഒരു അമ്പലം. അമ്മച്ചി ഇന്നങ്ങ് വന്നു കൊട്ടാരക്കര പോയിട്ട് നേരത്തെ. അതൊന്ന്. ഹായ് പാറു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് പോയി. ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ച് വീണ്ടും പന്തളത്ത് വന്നു. ഇപ്പോൾ സമയം 4 മണി അല്ലേ മോനെ? അല്ല എന്നതാ? ആ അപ്പം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. അത് എവിടെയാണെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണിക്കാം. പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പന്തളം രാജകൊട്ടാരവും അയ്യപ്പൻ്റെ അമ്പലവും കാണാൻ പോവുകയാണ്. വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പയുണ്ട്, മോളുണ്ട്, മോളുടെ ഹസ്ബൻഡുണ്ട്, കൊച്ചുമോളുണ്ട്. ഞങ്ങൾ 5 പേരും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് അമ്പലം പിടിക്കാൻ സമ്മതിക്കുമോ അവരെ അറിയത്തില്ല അല്ലേ? പുറമേ നമുക്കൊന്ന് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ കയറി വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. കേസും വഴക്കും ഇല്ലൊക്കെ ആവും. അതിൻ്റെ പുറകെ ഒന്നും പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങോട്ടുള്ള വഴി ഇങ്ങോട്ടുള്ള വഴി അമ്പലവും പഴയ രാജകൊട്ടാരവും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളും ഒന്ന് കണ്ട് നിങ്ങളെയും ഒന്ന് കാണിച്ചു തരാം. ഇത് കുളനാട് ദേവീ ക്ഷേത്രം. പിള്ളേരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണിത്. കുളനാട് ദേവീ ക്ഷേത്രം, കുളനാട് ജംഗ്ഷൻ. ഞായറാഴ്ച ആയതുകൊണ്ട് കടയെല്ലാം അടഞ്ഞു കിടക്കുക. കടകളൊന്നും ഇല്ല. ഉച്ചയ്ക്ക് ഇതിലും കട തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം കട തുറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ അടച്ചു. യാത്രക്കാരുണ്ടല്ലോ, എന്നാലും ഇഷ്ടം പോലെ. ഇതാണ് കുളനട സിറ്റി. അതായത് പന്തളം ജംഗ്ഷന് 2 കിലോമീറ്റർ അല്ലേ? 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഇപ്പുറമാണ് കുളനട. കുളനടയിലാണ് എൻ്റെ മോളുടെ വീട്. മോളെ കെട്ടിച്ചിരിക്കുന്നത് മോളുടെ വീട് കുളനടയിലാണ്. പറയുമ്പോൾ പന്തളം എന്ന് പറയും. എന്നാലും മെയിനായിട്ട് പറയുമ്പോൾ പന്തളം എന്നാണ് പറയേണ്ടത്. ഇവിടെ അച്ചായനെ ഉണ്ണിമൊക്കെ പേരിട്ടില്ലേ? അത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നു. പന്തളം പാലം. പന്തളം ഇത് കയറട്ടെ. പന്തളം പാലത്തിലേക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിലെ തൂക്കുപാലം അവിടെയല്ലേ? ആ കാണുന്നതാണ് തൂക്കുപാലം. ഇനി ഞങ്ങൾ ഇതിലേ പോയിട്ട് ആ തൂക്കുപാലം കടന്ന് അക്കരെ കയറി വരും. അല്ല അപ്പുറത്ത് പിടിക്കുന്നില്ല, പുറത്തേക്ക് പിടിക്കാതെ സൈഡിലേക്ക് പിടിച്ചാൽ ചാടി പോയി. ലോറി കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു.
നമ്മളുടെ അമ്പലത്തിലേക്ക് തിരിയുവാണ് മെയിൻ റോഡിൽ. അതിലേക്ക് ഇത് NH റോഡാണോ കൊച്ചേ? MC റോഡ്. MC റോഡോ? MC റോഡിൽ NH റോഡ് അപ്പുറത്തെ കായംകുളം ഹൈവേ. അത് മണികണ്ഠ ആൾക്കാരാണ്. അതെല്ലേ? കൊട്ടാരത്തിൻ്റെ കവാടം. കടയൊക്കെ ആക്കി തുടങ്ങി. കടയാക്കി തുടങ്ങി. ഇനി 1-ാം തീയതി ഒന്നും കൂടെ വരണം എനിക്ക്. 1-ാം തീയതി അല്ല, മകരം 1-ാം തീയതിക്കുള്ളിൽ എപ്പോഴെങ്കിലും ഉച്ചയ്ക്ക് 1 മുതൽ മകരം 1-ാം തീയതി വരെ ഇവിടെ ഉത്സവമാണ്. ദൂരം കടകളായിരിക്കില്ലേ? ഞങ്ങൾ ഇവിടെ ഇറങ്ങാം. അല്ല, ആ വണ്ടിയുടെ അപ്പുറം തൂക്കുപാലം. അതെന്തു എഴുതിയേക്കുന്നത്? തിരുവാഭരണം ആർച്ചില്. വണ്ടി രണ്ട് സൈഡിൽ കടയൊക്കെ പിറ്റിയത് ഉച്ചയ്ക്ക് 1-ാം തീയതി ആകുമ്പോഴത്തേനും മുഴുവൻ കടകളും. കണ്ണ ഇവിടെ ഒരു ചെരുപ്പ്. അവിടെ എവിടെ ഇട്ടാൽ മതി ഇപ്പം. ഇല്ല, ഇവിടെ ഇട്ടാലും മതി. ഇല്ല, കഴുകും എല്ലാം തേച്ച് വൃത്തിയാക്കും. ഇവിടെ ഒരു മാവുണ്ട്. ആ, എന്താ ചീത്തയായി. വെയിലായോണ്ട അങ്ങോട്ട് കയറ്റത്തില്ല എന്നുള്ളൂ. തിരുവാഭരണം വെച്ചേക്കുന്നിടത്തോട്ട് ക്യാമറ കയറ്റത്തില്ല. ഇവിടെ തെങ്ങന്തൈ വെച്ചിരിക്കണം. ആ ആണ്, വീടല്ലോ കേട്ടാ. അതിലേ ഇറങ്ങാം, ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങാം. ഇത് അവിടെ ഫ്രണ്ടിൽ സ്റ്റെപ്പുണ്ട്. അതിലേ ഇറങ്ങാം. വാ വാ, ഇതിലേ വാ. ആ, അതിലേ അപ്പോൾ ഒഴുകുന്നേ. അത് ഇതേ അവിടെ. ഈ വെള്ളം ഒഴുകി ചെല്ലണ തൂക്കോലത്തിൻ്റെ അങ്ങോട്ട്. ആ ശരിയാണ്. എവിടെ ആളുണ്ട്? അപ്പുറത്ത് ഇറങ്ങാം. ശരി, കുളിക്കുക. അവര് കുളിക്കല്ല, അത് പിടിക്കണില്ല. ഇറങ്ങാം, ഇവിടെ ഇറങ്ങാം. ഇവിടെ ആളില്ല കുളിക്കാൻ. ഇവിടെ ആരുമില്ല. ഇറങ്ങ, പതുക്കെ ഇറങ്ങണേ. അവരപ്പുറത്തുണ്ട്, ഇങ്ങ് വരും. ഒഴുക്കുണ്ടേ, പതുക്കെ. ഹായ്, ആ വെള്ളം കാണിച്ചവനെ കണ്ടോ? അതാണ് അച്ഛൻ കോവിലാറ്. അച്ഛൻ കോവിലാറെന്ന് പറയുമ്പം പന്തളത്ത് രാജകൊട്ടാരത്തിൻ്റെ അക്കരെ രാജകൊട്ടാരമല്ലേ? അക്കരെയുണ്ട് കൊട്ടാരം, ഇക്കരയുണ്ട് കൊട്ടാരം. ഇക്കരത്തെ കൊട്ടാരമല്ലേ അമ്പലമാക്കിയത്? ഇത് അയ്യപ്പൻ്റെ കൊട്ടാരം. മറ്റേത് അപ്പുറം പഠിച്ചതും വളർന്നതും ഒക്കെ അപ്പുറം കൈപ്പുഴ. കൈപ്പുഴ അമ്പലത്തിൽ. അമ്പലമല്ല, രാജകൊട്ടാരം.
ഇപ്പോഴും അമ്പലമുണ്ട് അല്ലേ ഇപ്പൊ അവിടെ 3 അമ്പലം ഉണ്ടല്ലോ, ശിവന്റെ, കൃഷ്ണന്റെ, ഗണപതിയുടെ. പിന്നെ ഗണപതിയുടെ. ആ ആണോ? അക്കരത്തെ കൊട്ടാരങ്ങളിലെ എല്ലാം കൂടെ 3 അമ്പലമുണ്ട്. ആ ഇതാണ്. ആ ഫോൺ ഞാൻ പിടിച്ചു. ബാക്കി വോയിസ് കൊടുക്കാം. ബാക്കി വോയിസ് കൊടുക്കാം. കുറച്ച് പൈസ കൊടുക്കാൻ ചൂണ്ടയിടുന്നേ അവിടെ നിന്ന് ആൾക്കാർ ചൂണ്ടയിടണം. വോയിസ് ഇപ്പം കുടിക്കട്ടോ, കുടിച്ചോട്ടെ. ബക്കറാ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഫോട്ടോ എടുക്കട്ടെ. ഇപ്പം പന്തളത്ത് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള ആറ്, അച്ഛൻ കോവിലാറ് ഇതാണ്. അപ്പോൾ സ്വാമിമാരെല്ലാം വൃശ്ചിക 1-ാം തീയതി മുതൽ മകരമാസം 1-ാം തീയതി വരെ മകരവിളക്ക് വരെ. അത് കഴിഞ്ഞുണ്ട് അല്ലേ? എനിക്ക് മാറിപ്പോയോ? മകരം 1-ാം തീയതി വരെ ഇവിടെ അയ്യപ്പന്മാരുടെ തിരക്കാകും. ഇവിടെ എല്ലാം മാളികപ്പുറം ഈ ഭാഗം. താഴത്തെ കുളിക്കടവിൽ അയ്യപ്പന്മാർ. തിരിച്ച് തിരുവാഭരണം വരുന്നോളം വരെ ഉണ്ട് അയ്യപ്പന്മാർ. തിരിച്ച് തിരുവാഭരണം വരുന്നോളം വരെ ഇവിടെ അയ്യപ്പന്മാർ ഇഷ്ടം പോലെയുണ്ട്. ആന്ധ്രയിൽ നിന്ന് വരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, കർണാടകത്തിൽ നിന്ന് വരുന്നു. എല്ലാവരും ഈ അമ്പലത്തിൽ വന്ന് 2-3 ദിവസം താമസിച്ചിട്ടാണ് മനയ്ക്ക് പോകുന്നത്. അപ്പോൾ അവരുടെ കുളിയും കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഈ വെള്ളം ആ സമയത്ത് ഇത്രയും വെള്ളമുണ്ട് ഇവിടെ. അടുത്ത വേനലായാലൊക്കെ വെള്ളം പറ്റി പോകുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും വെള്ളമുണ്ട് ഇവിടെ. അപകടം അക്കരെ തൊട്ട് ഇങ്ങനെ കണ്ടോ, തല കറങ്ങാ. വീഡിയോ ആയിട്ട് പിടി, ഇവിടെ പറയും വീഡിയോയാ. ഒക്കെ പിടി, അവരെ കാണിക്കണ്ട. അപ്പുറം പിടിക്കാം. അതെ, ആ കുത്തൊഴുക്ക് പിടിക്കാം കേട്ടോ. അപ്പുറത്ത് പിടിക്കാം. മീനുണ്ട് ഇതിനകത്ത്. അവിടെ പുകയാണല്ലോ. അതെല്ലാം തൂത്തുവാരിയിട്ട് കത്തിക്കുന്ന. അവരെന്ത് ചെയ്യാവോ? അവർ പോയി തോന്നും. വരുവാ. ആ സാമിയാ, അത് കുഴപ്പമില്ല. ഇവിടെ എല്ലാ അമ്പലം ഈ ഉത്സവം 1-ാം തീയതി ആകുമ്പോഴത്തേനും അമ്പലത്തിൽ പൈസയൊക്കെ തെളിക്കണം. അപ്പോൾ എല്ലാം അവിടെ ചെത്തി വെള്ളമെല്ലാം തിരിച്ചറിയുന്ന ഭയങ്കര പുക. വാ വാ അങ്ങോട്ട് വാ. എരിക്ക് നിൽക്കുന്നുണ്ടോ? നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന എരിക്ക്. ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ. ആണ്. ഇവിടെ വെച്ചാ കുഞ്ഞ് കെട്ട് നിറച്ച് പോയത്. കന്നിമല ദേ ഇവിടെ വെച്ച്. കെട്ട് നിറച്ച് പോയി. അതെ ഇവിടെ. ഇവിടെ 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 ഇവിടെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ.